അല്ലേ ദൈവത്തിന്റെ രൂപത്തിൽ വന്നത്. അപ്പൊ ആദ്യം മുതൽ ക്രിസ്തു അല്ലേ ദൈവത്തിന്റെ രൂപത്തിൽ ജനങ്ങളുമായിട്ട് ഇടപെട്ടു. അതിനെ ഉറപ്പിക്കുന്നൊരു വാക്യമാണല്ലോ 1 തിമോത്തി 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആ മധ്യസ്ഥൻ ആരാണ്? ക്രിസ്തു അല്ലേ? അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുള്ളൂ, എല്ലാവർക്കും വേണ്ടി മറുവലയായി കൊടുത്ത ക്രിസ്തു യേശു തന്നെ. അപ്പൊ ആ ക്രിസ്തു അല്ലേ ആദ്യം മുതൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാം മുതൽ ദൈവത്തിന്റെയും ആദാമിന്റെയും നടുവിൽ ഇടക്ക് നിൽക്കുന്ന മധ്യസ്ഥനായ ക്രിസ്തു അല്ലേ? ആ ക്രിസ്തു യേശു അല്ലേ? ആ ക്രിസ്തു യേശു അല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹൗവയെയും ഏദൻ തോട്ടത്തിൽ താമസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്? വെയിലാറുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, യേശു പറഞ്ഞു. ഇനി അതുമുതൽ ഇങ്ങോട്ട് അബ്രഹാമിനുമായിട്ടുള്ള ബന്ധത്തിൽ, ഇസഹാക്കുമായിട്ടുള്ള ബന്ധത്തിൽ, യാക്കോബുമായിട്ടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ മോശമായിട്ടുള്ള ബന്ധത്തിലെല്ലാം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ ക്രിസ്തു അല്ലേ? അത് യഹോവയായിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്തു സർവശക്തിയുള്ള ദൈവമായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടില്ല, സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആദാമിന് വെളിപ്പെട്ടതും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടതും മോശയ്ക്കും ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ടതും പുതിയ നിയമത്തിൽ മനുഷ്യപുത്രനായിട്ട് വന്നതും ക്രിസ്തു എന്ന ദൈവപുത്രനല്ലേ? ഇവിടെയും പറയുന്നത് എന്താണ്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഹോവയായിട്ട് വന്നതാണ് നമ്മുടെ സർവശക്തിയുള്ള ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇസ്രായേൽ വിശ്വസിച്ചോട്ടെ, ഇസ്രായേലിന് ദൈവമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമ്മളെല്ലാവരും കൂടെ മൊത്തത്തിൽ കൂട്ടി പറഞ്ഞിട്ടില്ല. ഞാൻ അവർക്ക് ദൈവം അവരെനിക്ക് ജനമായിരിക്കുമെന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പം നമ്മൾക്കിപ്പോൾ വെളിപ്പെടുത്തുന്ന എന്താണ്? സത്യം വെളിപ്പെട്ടു. ഇപ്പോഴാണ് നമുക്ക് സത്യം വെളിപ്പെട്ടത്. കാരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഇതുവരെ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് അപ്പോസ്തലന്മാർക്കും അതിനുശേഷമുള്ള നമുക്കുമാണ്. അപ്പോസ്തലന്മാരോടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കൊരു പിതാവുണ്ട്, അതെന്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി. ഇനി കർത്താവ് മരിച്ചു വരുന്നതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞു, എന്റെ